ഹലോ ഗായ്സ്, ഹബി ടെക് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടീസറാണ്. ഗുഡ് ബാഡ് അഗ്ലി ആ ഒരു പടമാണ്. ആ ഒരു പടത്തിന്റെ ടീസറാണ്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഏത് വാ നീ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യം ടീസറിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ആദ്യമേ ടാറ്റു ഒക്കെ ആണല്ലോടാ. ஒரு ரெட் டிராகன் அவன் போட்ட ரூல்ஸ அவனே பிரேக் பண்ணிட்டு வந்திருக்கானா? அவன் மூச்சிலேயே முடிச்சிருவான். റോൾസ് റോയ്സ് എന്റെ മോനെ. ആ അല്ലേ, റോൾസ് റോയ്സിന്റെ കൂട്ട് തോന്നുന്നുണ്ട്, പക്ഷേ സംഭവം അടിപൊളിയാണ്. പുലി അല്ലേ ഇത് കേട്ടാ, എന്റെ ഡിഫറെന്റ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ജീവി പ്രകാശിലെ മ്യൂസിഷ്യൻ അല്ലേ? சில சமயங்கள் அதெல்லாம் பண்ணணும் பேபி. ഉയ്യണ്ട മോൻ. ഓ ഡാർക്ക്. അജിത് കുമാർ. എന്തോ ഒരു സസ്പെൻസാ. ഇതെന്തായാലും ഓ റൈറ്റ്. ഇത് ടീച്ചേഴ്സ്. ഓ Goodbye ugly guys. Missed you all. See you April 10th. കൊള്ളായിരുന്നല്ലേ? അപ്പൊ ഗൈസ്, ഇതിന് മുന്നേ ഇറങ്ങിയ ഫിലിം ഏതാന്ന് വെച്ചാൽ വിദാൻ മോർച്ച്. നീ കണ്ടാണോ അത്? നിന്റെ അഭിപ്രായം എന്തുവാ അതിനെ പറ്റി? പിന്നെ അജിത്ത് അടിപൊളിയാ, പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്ര എനിക്ക് അത്ര ഇത് തോന്നിയില്ല. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്ക് അതിനകത്തില് ഞാൻ സത്യം പറഞ്ഞ ഫിലിം പാതി വരെ കണ്ടുള്ളൂ. സമയം കിട്ടിയാലും നല്ല ഞാൻ തന്നെ വേറെ മൂവി ഞാൻ കാണാൻ പോയി. എനിക്കത് ഫുള്ളൊന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. അതിനകത്തിലെ ഫൈറ്റിംഗ് സീൻ കൊള്ളാം. പിന്നെ തൃഷയുടെ പുള്ളിക്കാരി കുഴപ്പമില്ല, നല്ല ആക്ടിങ് ഒക്കെയാണ്. അതല്ല, നല്ല ആക്ടിങ് ആണ്. പിന്നെന്താ തന്നെ. പിന്നെ ഇപ്പം 2 ഏപ്രിൽ ഇറങ്ങാൻ പോകുന്ന അജിത്തിന്റെ മൂവി ഗുഡ് ബാഡ് അഗ്ലി, അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ അജിത്തിന്റെ ബിഗ് ഫാനാണ്. പുള്ളിയുടെ ഫിലിംസ് ഒക്കെ അത്യാവശ്യം നല്ല ഫിലിമൊക്കെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ സിനിമയുടെ മറ്റേ മാർക്ക് ആൻഡ്രി അടിപൊളി സൈഫൈ വിത്ത് നമ്മുടെ അഡ്രിനലൊക്കെ കേറി വരുന്ന ഒരു ഫൈറ്റ് സീൻ. എന്റെ വെച്ചിട്ട് ഇങ്ങനെ അടി അടിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല. അപ്പം ഇത് അടിപൊളി പടമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. സെറ്റിൽ ഒക്കെ കണ്ടിട്ട് പടം കണ്ടിട്ട് വേണം പടമാണ് ഇതിന്റെ മെയിൻ കാര്യം. ട്രെയിലർ നമ്മൾ എന്തായാലും ഒരു രോമ സീനൊക്കെയാണ് ഏത്, പക്ഷെ സിനിമയിൽ അങ്ങനെ ഒന്നും കണ്ടില്ലെങ്കിൽ മറ്റേ പുഷ്പ വരും. എന്റെ പൊന്നെ ഓർമ്മിക്കല്ലേ, 3 മണിക്കൂർ എന്തോ തന്നെയാടാ. എന്തായാലും അടിപൊളി സിനിമയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അജിത്തിന്റെ അല്ലേ, എന്തായാലും വിദാമോർച്ചയുടെ കൂട്ട ഒരു സിനിമ ആയിരിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെ ഇത് ഞാൻ കാണുന്നുണ്ട് ഒരു ഇത്. അപ്പം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അപ്പം നിങ്ങളെല്ലാവരും പോയി കാണുക. ഞങ്ങൾ കണ്ടിട്ട് റിവ്യൂ ഒപ്പീനിയൻ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം. ഞാൻ മാർക്കോടെ റിവ്യൂ ചെയ്തിരുന്നു, ബട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ട്രെയിലർ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒപ്പീനിയൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടില്ല. എനിക്കറിയത്തില്ല എൻ്റെ എങ്ങനെ പറയുന്നത്. ഓക്കെ ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, നീ ഉണ്ടായിരിക്കണം വീഡിയോയിൽ സെറ്റ്. അപ്പൊ ഗൈസ്, എന്തുവാ ഗുഡ് ബൈ അഗ്ലി ഇറങ്ങുന്ന ഏപ്രിൽ 10th അല്ലേ? 10th. പിന്നെ ഈ വർഷം പിന്നെ നമ്മുടെ എംപുരൻ പൃഥ്വിരാജ്, ടൊവിനോ, മോഹൻലാല്, പിന്നെ പിന്നെ എന്തായാലും കുറെ വില്ലൻസ് ഉണ്ട്. വില്ലൻസ് ആണ് അതിനകത്തിലെ ഹെലികോപ്റ്റർ ഫൈറ്റ്.
എന്തൊക്കെയാണ് ഷോട്ട് ഗൺ വെച്ച് പിന്നെ വേറെ സിനിമ ഇല്ല ഗൈസ്. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ എമ്പുരാനേ ഉള്ളൂ. പിന്നെ ഈ വർഷം വേറെ സിനിമയുടെ ടീച്ചർ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല. വളരെ മോശമാണ് ഈ വർഷം. വേറെ സിനിമയുടെ ഒന്നും കേട്ടിട്ടില്ലല്ലോ. ലാസ്റ്റ് ഇറങ്ങാൻ പോകുന്ന എമ്പുരാനല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇത് കൊള്ളാൻ തോന്നല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അറിയാണ്ട് പറഞ്ഞതാ, അത് അറിയാണ്ട് പറഞ്ഞതാ കേട്ടോ. Okay guys, see you soon.